അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ പറയുന്നത് അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തൽ ഉഖ്റ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു കെട്ടുകഥയുണ്ട്. ആ കെട്ടുകഥയാണ് മൂപ്പർക്ക് വളരെ പഥ്യമായി തോന്നിയിട്ടുള്ളത്. എന്താണ് ആ കെട്ടുകഥ എന്നല്ലേ? തിൽക്കൽ ഖറാനീഖുൽ ഉല വഇന്ന ശഫാഅത്തഹുന്ന ലതുർതജ. ഈ ലാത്ത ഉസ്സ മനാത്ത് എന്ന് പറയുന്നത് ഉന്നതങ്ങളായിട്ടുള്ള ഖറാനീഖ്, എന്തോ പ്രത്യേക ഒരു സൃഷ്ടിയാണ് ഖറാനീഖ്. വൈന്ന ശഫാഅത്തഹുന്ന ലതുർതജ, അവയുടെ ശുപാർശ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് നമ്മളെ ചില മുഫസ്സിറുകൾ അവരുടെ അന്തക്കേട് കൊണ്ടോ മറ്റോ എഴുതി വച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തൽ ഉഖ്റ എന്നുള്ള ആയത്ത് ഓതിയപ്പോൾ സദസ്സിൽ നിന്ന് ആരോ തിൽക്കൽ ഖറാനീഖുൽ ഉല വഇന്ന ശഫാഅത്തഹുന്ന ലതുർതജ, ചിലത് നബിയുടെ നാക്കിലൂടെ വന്നു എന്ന് പറയുന്നുണ്ട്, ചിലർ വേറെ ആരോ ഉദ്ധരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനൊരു സംഗതി ഖുർആനിൻ്റെ സത്ത അറിയുന്ന, ഖുർആൻ ഏതൊരു കാര്യമാണോ കയ്യാളാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഒരു സംഗതി മനസ്സിലാക്കിയ ആളെന്ന് മാത്രമല്ല, ഒരു യുക്തിവാദിക്ക് പോലും പറയാൻ കഴിയില്ല ഈ ലാത്ത ഉസ്സ മനാത്ത് എന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ അനുസരിച്ച് എന്താണ് ലാത്ത് ഉസ്സ മനാത്ത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്കും പറയാൻ കഴിയൂല ഇവയുടെ ശുപാർശ പ്രതീക്ഷിക്കാൻ വകയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കെട്ടുകഥയെ പിടിച്ചുകൊണ്ടാണ് ജബ്ബാർ ഇനി കോപ്രായം കളിക്കുന്നത്. അതായത് ഈ തിൽക്കൽ ഖറാനീഖുൽ ഉല വഇന്ന ശഫാഅത്തഹുന്ന ലതുർതജ എന്നുള്ളത് ആദ്യം അള്ളാഹു ഇറക്കി, പിന്നീട് അത് ശൈത്താനാന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്തു എന്നാണ് ജബ്ബാറിൻ്റെ വാദം. എന്തിനാണ് ജബ്ബാറെ ഇങ്ങനൊരു സംഗതി അള്ളാഹ്ക്ക് ക്യാൻസൽ ചെയ്യേണ്ട കാര്യം? അങ്ങനൊരു സംഗതി ഉണ്ടെങ്കിൽ അള്ളാഹ്ക്കത് അള്ളാഹ് സൃഷ്ടിച്ചതും അള്ളാഹു വകവെച്ച് കൊടുത്തിട്ടുള്ളതുമായിട്ടുള്ള സംഗതിയല്ലേ. അപ്പോൾ അള്ളാഹ്ക്കത് നിരാകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ജബ്ബാർ പറയുന്നത് ജബ്ബാറിന് തന്നെ മനസ്സാക്ഷിക്കുത്ത് അനുഭവിച്ചു കൊണ്ടാണെന്നുള്ളത് ജബ്ബാറിൻ്റെ ഇത് പറയുന്ന ഭാഗം കേട്ടാൽ തന്നെ ബോധ്യമാവും. അയാളവിടെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ആ സദസ്സിൽ ആരോ ഉന്നയിച്ചിട്ടുണ്ടാവാം, അത് നമ്മൾക്കറിയില്ല. ഇങ്ങനെ ഒന്ന് യഥാർത്ഥത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ ഒരു ന്യായമില്ല എന്നുള്ളത് ഖുർആനെ സംബന്ധിച്ച് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന യുക്തി നിരീശ്വരവാദിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. പക്ഷേ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാറിന് അങ്ങനെയുള്ളൊരു നിഷ്പക്ഷത എന്നില്ല എന്ന് മാത്രമല്ല, അയാൾ തീർത്തും പക്ഷം ചേർന്നുകൊണ്ടാണ് ഖുർആനിനെ അവഹേളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് ആളിൽ നിന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ഈ നിഷേധത്തെ വീണയിടത്ത് വിദ്യയാക്കുന്നത് പോലെയാണ് ജബ്ബാർ ഉപയോഗപ്പെടുത്തുന്നത്. എന്നിട്ട് ജബ്ബാർ പറയുന്നത് കമ്മിൻ മലക്കും വിസ്സമാ ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും. ഇവിടെ ഖുർആൻ നേർക്കുനേരെ പറയുന്നൊരു സംഗതി എന്താണ്? അങ്ങനെ ഒരു തിൽക്കൽ ഖറാനീഖുൽ ഉല വഇന്ന ശഫാഅത്തഹുന്ന ലതുർതജ എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ വരികയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഖുർആൻ ഈ ലാത്ത ഉസ്സമാരെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് പറയുന്ന ഈ സംഗതിയാണ്. ലാത്തനെയും ഉസ്സനെയും മനാത്തിനെയും തന്നെ തള്ളി പറയുമ്പോൾ, അവയുടെ അസ്തിത്വത്തെ പോലും നിരാകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ളൊരു ഖുർആൻ എങ്ങനെയാണ് അവയുടെ ഉന്നതമായ സ്ഥാനമാനങ്ങളുള്ള ചില അസ്തിത്വങ്ങളാണ് അവയെന്നും അവയുടെ ശുപാർശ പ്രതീക്ഷിക്കാവുന്നതാണെന്നൊക്കെ പറയാം. ഇനി ഖുർആൻ ജബ്ബാറിൻ്റെ വാദം അനുസരിച്ച് അത് മുഹമ്മദ് നബി ഉണ്ടാക്കിയാണ് തന്നെ വെക്കുക. എന്നാൽ പോലും അങ്ങനെ ഒന്നും വരാൻ അവിടെ സാധ്യതയില്ല. കാരണം തൊട്ടുടനെ പറഞ്ഞത് എന്താണ്? ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ എന്നാണ്.
ഈ നിങ്ങളീ പറയുന്ന ലാത്ത, ഉസ്സ, മനാത്ത് എന്നൊക്കെ പറയുന്ന ചില പേരുകളാണ്, ചില നാമങ്ങൾ. അതിന് അസ്തിത്വമില്ല. അസ്തിത്വമില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ലാത്ത എന്നത് നിങ്ങൾ കല്ലുകൊണ്ട് ചെത്തിണ്ടാക്കിയിട്ടുള്ള സാധനമാണല്ലോ. അതുപോലെ മനാത്ത്, ഉസ്സ എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്. അതുപോലെ തന്നെ മനാത്ത് എന്ന് പറഞ്ഞത് വേറൊരു വിഗ്രഹമാണ്. ഇതിനൊന്നും വിഗ്രഹം എന്നതിൽ കവിഞ്ഞ് എന്ത് അസ്തിത്വമുള്ളത് എന്നാണ് ഖുർആൻ്റെ ചോദ്യം. അപ്പോൾ വിഗ്രഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. അറബികൾക്ക് പോലും അങ്ങനെ ഒരു ഈ വിഗ്രഹം എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നുവോ? ഇല്ലല്ലോ. അപ്പോൾ അസ്തിത്വമില്ലാത്ത, എന്നാൽ എന്ന് മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ പിതാക്കളും പേര് വച്ച് ഉന്നയിച്ചിട്ടുള്ള ചില സാധനങ്ങൾ എന്നത് മാത്രമേ അതിന് വില കൽപ്പിക്കേണ്ടതുള്ളൂ. ഇവിടെ ഒരു സംഗതി ശരിയാവുക, തെറ്റാവുക, ഒരു സംഗതി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അതിന് ഗുണം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ദ്രോഹം ചെയ്യാൻ കഴിയും, ഇതൊക്കെ പറയണമെങ്കിൽ അതിന് അള്ളാഹു പ്രമാണം അവതരിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ലാത്ത, ഉസ്സ, മനാത്ത് ഇവക്ക് ദിവ്യത്വത്തിൽ പങ്കുണ്ടെന്നോ അവയിൽ നിന്ന് ഇങ്ങനെ വല്ലതും പ്രതീക്ഷിക്കാമെന്നോ അള്ളാഹു നിങ്ങൾക്ക് വല്ല പ്രമാണവും ഇറക്കി തന്നിട്ടുണ്ടോ എന്നാണ് ഇവിടെ ഖുർആൻ്റെ ചോദ്യം. അങ്ങനെ ഒന്നില്ല എന്നിരിക്കെ നിങ്ങൾ ഈ ലാത്ത, ഉസ്സ, മനാത്തേക്ക് എങ്ങനെയാണ് ദിവ്യത്വം കൽപ്പിക്കുക? നിങ്ങൾ അവയുടെ മുമ്പിൽ പോയി എങ്ങനെയാണ് നിങ്ങളുടെ അവലാദികളും വ്യവലാദികളും പറഞ്ഞ് അവയോട് കേണപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവർക്ക് നിവേദ്യങ്ങൾ അർപ്പിക്കുക? അതിനെന്ത് ന്യായീകരണമാണുള്ളതെന്നാണ് ഖുർആൻ്റെ ചോദ്യം. ഈ ചോദ്യത്തെ പരിഹസിച്ചുകൊണ്ടാണ് ജബ്ബാർ മുമ്പോട്ട് പോകുന്നത്. അതായത് നേരത്തെ ഖുർആനിൽ ഇങ്ങനെ ഒന്നുണ്ടായിട്ട് പിന്നെ അതിനെ നിരാകരിച്ചിട്ട് പിന്നെ ഖുർആൻ അതിനെ തള്ളിപ്പറയാൻ വേണ്ടി ഇറക്കിയാണ് ഇത് നിലക്കാണ് ജബ്ബാറിൻ്റെ പോക്ക്. യഥാർത്ഥത്തിൽ ഖുർആനിൽ അങ്ങനെ വാക്യം നേരത്തെ തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ലേ പിന്നെ അത് തള്ളിപ്പറയേണ്ടതുള്ളൂ. ഇവിടെ ഖുർആൻ തള്ളിപ്പറയുന്നത് അവയുടെ ശുപാർശയെ മാത്രമല്ല, ഇങ്ങനെയുള്ള ലാത്ത, ഉസ്സ, മനാത്ത് എന്ന് പറയുന്ന ദൈവത്വം അംഗീകരിക്കാവുന്ന ഒരു അസ്തിത്വം പോലും ഇല്ല എന്നാണ് ഖുർആൻ വളരെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഉൾക്കൊള്ളാൻ ജബ്ബാറിന് കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അന്ധവിശ്വാസം പൂത്തുലഞ്ഞാലും ജബ്ബാറിന് പ്രശ്നമില്ല. പക്ഷേ ഖുർആന് അത് സത്യമാണ് എന്ന് തെളിയിക്കാൻ പാടില്ല, അത് അസത്യമാണെന്ന് തെളിയിച്ച് അടങ്ങുമെന്നുള്ളത് ജബ്ബാറിൻ്റെ ജീവിത വ്രതമാണ്. അതയാൾ നിർവഹിച്ചുകൊണ്ടിരിക്കാനുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ പേര് ഉണ്ട് എന്നത് നിങ്ങൾ പേര് വെച്ചു എന്നുള്ളതല്ലാതെ യാതൊരടിസ്ഥാനവും ഇല്ലാത്ത അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. അതിൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും അങ്ങനെ തന്നെയായിരുന്നു. ആ പൂർവ്വപിതാക്കന്മാരെ പിന്തുടർന്നുകൊണ്ട് ഈ ദുർമാർഗത്തിൽ, ഈ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ദുർമാർഗത്തിലും ഒക്കെ നിങ്ങളും മുമ്പോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ പൂർവ്വപിതാക്കന്മാർ കൊണ്ടു നടക്കുന്ന ആചാരങ്ങൾ അത് അന്ധവിശ്വാസവും അനാചാരങ്ങളും ആകുമ്പോൾ അത് പിന്തുടരുന്നതിന് പകരം അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് പാകത്തിൽ അതിൻ്റെ ഒക്കെ ഈ ദൂഷ്യവശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വലക്കത് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദ, അവർക്ക് വലക്കത് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദ, അവർക്ക് അവരുടെ റബ്ബിൽ നിന്ന് ഹുദ വന്ന് കിട്ടിയിട്ടുമുണ്ട് എന്നിരിക്കെയാണ് അവർ ഈ പേരിൻ്റെ പിന്നാലെ തന്നെ പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ യത്തബിയൂന ഇല്ലല്ലന്ന, അവർ ഊഹത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. പിന്നെ വമാ തഹ്വൽ അൻഫുസ്, അവരുടെ മനസ്സ് കൊതിക്കുന്ന ചില സംഗതി അതിലുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സ് കൊതിക്കുന്നതും ഊഹം വെച്ച് പുലർത്തുന്നതുമായ, ഊഹത്തിൻ്റെ പിന്നാലെ പോകുന്നതുമായിട്ടുള്ള രീതിയാണോ ശരി, അതോ അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ള പ്രമാണബദ്ധമായിട്ടുള്ള വിശകലനങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതാണോ ശരി എന്നൊരു സംഗതി കൂടി ഇവിടെ ഖുർആൻ ചർച്ചയ്ക്ക് ഇടുകയാണ്. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ഊഹത്തെ പിൻപറ്റുന്നതിന് പകരം അവൻ്റെ മനസ്സ് കൊതിക്കുന്ന അവൻ്റെ ഇച്ഛ അതിന് അനുസൃതമായി മുമ്പോട്ട് പോകുന്നതിന് പകരം വിവേകശാലിയായിട്ടുള്ള ബുദ്ധിയുള്ള യുക്തിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് ഈ സംഗതിയുമായി ബന്ധപ്പെട്ട് അള്ളാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത്, നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ
ഇതിനെ ന്യായീകരിക്കാവുന്ന യാതൊന്നും തന്നെ അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. ഇത് കേവലം കാരണവന്മാർ അല്ലെ വാപ്പപ്പാപ്പന്മാർ അല്ലെ പണ്ടേ ഉള്ളവർ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ പണ്ടുള്ളവർ എന്തോ അവരുടെ അന്ധവിശ്വാസവും അനാചാരവും അനുസരിച്ച് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ചില കോപ്രായങ്ങൾ അത് പിന്നെ അവരുടെ പിന്മുറക്കാരായിട്ടുള്ള ആളുകളും പിന്തുടരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് യാതൊരു വസ്തുതയില്ല. ഇതാണ് ഇവിടെ ഖുർആൻ ഇതിലൂടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്, സ്ഥാപിച്ചിട്ടുള്ളത്. അതിന് തീർത്തും വിരുദ്ധമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ കെട്ടുകഥയിലുള്ളത്. തിരിക്കൽ ഖറാനി കൊല്ലുല വൈന്ന ഷഫാഅത്തഹുന്നല തുർത്തജ എന്നുള്ളത്. ഇവിടെ ഈ കൊത്തിണ്ടാക്കിയ വൃക്ഷം പിന്നെ വിഗ്രഹങ്ങൾ, അതുപോലെ ഈ വൃക്ഷം ചെടി, ഇതൊന്നും അള്ളാഹിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ പോകുന്നില്ല. ഇനി വേണമെങ്കിൽ ഈ ലാത്ത അതുപോലെ മനാത്ത് എന്നൊക്കെ പറയുന്നത് പൂർവികരായിട്ടുള്ള മഹാന്മാരുടെ പ്രതീകങ്ങളാണ്. ആ മഹാന്മാരെയാണ് തങ്ങൾ പൂജിക്കുന്നതും അവരെ പ്രീതിപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതും. അവർ അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമാനങ്ങളുള്ളവരുമാണ്. അപ്പോൾ അവരിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ശുപാർശ പ്രതീക്ഷിക്കാം എന്നാണ് ഇവരുടെ വാദമെങ്കിൽ അതിനും യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ആ മഹാന്മാർ യഥാർത്ഥത്തിൽ ഇത് അംഗീകരിച്ചിരുന്നുവോ എന്നതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള രീതി കൈക്കൊണ്ടിരുന്നുവോ? ഇല്ല. യഥാർത്ഥത്തിൽ ലോകത്ത് ഷിർക്ക്, ഈ വിഗ്രഹപൂജ തുടങ്ങിയതിനെ സംബന്ധിച്ച് തന്നെ പറയണത് സമൂഹത്തിൽ മരിച്ചു പോയിട്ടുള്ള പുണ്യാളന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ വളരെ മാന്യന്മാരും സജ്ജനങ്ങളുമായിട്ടുള്ള ആളുകൾ മരിക്കുമ്പോൾ അവരുടെ വിഗ്രഹങ്ങളുണ്ടാക്കിയിട്ട് അതിനെ പൂജിക്കാനുള്ളതാണ് ലോകത്ത് ഷിർക്ക് കടന്നു വന്നതിൻ്റെ മാർഗം എന്നതാണ്. അത് ഖുർആനിൻ്റെ മാത്രമല്ല, ഇപ്പം ഹൈന്ദവ സമൂഹത്തിൽ പോലും യഥാർത്ഥത്തിൽ വിഗ്രഹപൂജ വരുന്നത് അത് വേദത്തിൻ്റെ അധ്യാപനമല്ല എന്നുള്ളത് വേദവിത്തുക്കളായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നൊരു സംഗതിയാണ്. ഈ പിന്നെ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ അതുപോലുള്ള സാധനങ്ങൾ കൊണ്ടോ വെള്ളിയോ സ്വർണ്ണോ എന്താകട്ടെ അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇതിനൊന്നിനും ദിവ്യത്വം ഇല്ലയെന്നും അത് യഥാർത്ഥത്തിൽ ദൈവങ്ങളല്ല എന്നുള്ളതും ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ പൂജിക്കാൻ പാടില്ല എന്നുള്ളത് ബൈബിള്, അതുപോലെ തന്നെ ഹിന്ദു വേദങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനപരമായി സംഗതി പറയുന്ന കാര്യമാണ്. അതൊക്കെ ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ തന്നെ ആളുകൾ പിന്നീട് ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭേദം തന്നെ ഇല്ലാത്തൊരു വിഭാഗം. അവരിങ്ങനെയൊക്കെയുള്ള പിന്നെ അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടു പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതിനെ നിരാകരിച്ചും അതിനെ തിരുത്തിക്കുറിച്ചും കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ഇതിനൊന്നും ഒരടിസ്ഥാനവുമില്ല. നിങ്ങൾക്കിതാ സന്മാർഗം വന്നു കിട്ടിയിരിക്കുന്നു, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സന്മാർഗം, ആ സന്മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടി അവരെ പഠിപ്പിക്കാൻ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തുകൾ അഫറൈത്തുമുല്ലാത്ത വല്ലുസ ഒമനാത്ത സാലിത്തൽ ഉഹ്റ അലക്കുമുദ്ദക്കർ വലഹുൽ ഉൻസാദിൽ കൈതം കസ്മത്തും ദീസ ഇൻഹിയ അസ്മാവും സമ്മയിത്തുമൂഹ എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തിൻ്റെ വലക്കത് ജാഹും മിർറബിഹിമുൽ ഹുദാ എന്ന് പറയാനുള്ള ഭാഗം ഇറങ്ങുന്നത്. ഇതിനെ നേരെ തിരിച്ചിട്ടിട്ടാണ് ജബ്ബാർ പിന്നെ ഈ ലാത്ത ഉസ്സ മനാത്ത് എന്നൊക്കെ പറയുന്നത് ദൈവങ്ങളായിരുന്നു എന്ന് പിന്നെ ഖുർആനിൽ ഇറങ്ങിയിരുന്നു എന്ന് കള്ളം പറയുന്നത്. അപ്പോൾ ഇത്തരം കള്ളം പറഞ്ഞുകൊണ്ട് ജബ്ബാറിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് ഇതിലെ വസ്തുത. അത് ജബ്ബാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിൽ നിന്ന് ജബ്ബാർ തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വകയൊന്നുമില്ല എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. എന്തായിരുന്നാലും ഇത് ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് നേർവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് നേരത്തെ പോലെ തന്നെ ജബ്ബാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ അതിനെയൊക്കെ തള്ളി പറയുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെയും ജബ്ബാർ സ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യങ്ങളാണ്, അള്ളാഹുവിൻ്റെതല്ല എന്നുള്ളതാണ്. അത് ജബ്ബാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത്രമാത്രമേ ഉള്ളൂ.